MPD പുതിയൊരു നിയമം വന്ന് കണ്ടില്ലേ? അതായത് ഇപ്പൊ പരിശോധിക്കാം, പക്ഷെ പിഴ ഈടാക്കാൻ പാടില്ല. ഇത് നേരത്തെ വന്നിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്കൊരു പണി കിട്ടിയ പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത്. പക്ഷെ ഇത് അവരുടെ ഒരു വേറിട്ടൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലല്ലേ അവരിപ്പോ കാണിച്ചേക്കണത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്, അത് ഇന്നവരെ ഒരാളും ചെയ്യാത്തതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചെയ്തതിനാണല്ലോ ഇപ്പൊ ഇത് കിട്ടിയത്. അതെ, അതും ഏതോ പ്രളയ സമയത്ത്. അതെ, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷകനായിട്ടൊരു വന്ന ഒരാൾക്ക് തന്നെ അയാളൊരു കമ്മ്യൂണിറ്റി ഓടുന്ന സ്വഭാവമല്ലേ ശരിക്കും കാണിച്ചത്. രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് അതിന്റെ സ്പെയർ മേടിക്കാൻ പോണ വഴി ഫൈൻ അടച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണോണ്ടി വിളിച്ചു വരുത്തിയിട്ട് നെഞ്ചത്തിട്ട് ചവിട്ടി ഇല്ലാന്ന് മാത്രമല്ല, നെഞ്ചത്തിട്ട് ഒരു ചവിട്ടാ വെച്ചു കൊടുത്തത്. 7000 രൂപയുടെ ചവിട്ട്. അതെ, അത് തന്നെ നമ്മുടെ ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, CP ജോൺ പറഞ്ഞിട്ടുണ്ട്, അതൊരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു നടന്നത്. കാരണം ആ പ്രളയം ഉണ്ടായത് അസാധാരണ പ്രളയമാണ് ഉണ്ടായത്. ആ സമയത്ത് സഹായിക്കാൻ വന്ന ഒരാളെ അത് കഴിഞ്ഞ് പോകുന്ന സമയത്താണ് ഈ സെർച്ച് നടത്തിയതും പരിശോധിച്ചതും പിഴ ഈടാക്കി കൊടുത്തതും. എന്തും ആകട്ടെ, ആ ഒരു സമയത്ത് ആ പിഴ ഈടാക്കിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ചിട്ട് ഇപ്പൊ പ്രതിഷേധക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അല്ല, അതിലൊരു കോമഡി വന്നിട്ടുണ്ടല്ലോ. അതായത് ആദ്യം തന്നെ ഇവർ ഈ പറഞ്ഞ പയ്യന് അമൽ എന്ന് പറഞ്ഞ പുള്ളിക്ക് 7000 രൂപയുടെ ഒരു പിഴ അടച്ചു കൊടുത്തു, മോഡിഫിക്കേഷന്റെ പേരും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗതാഗത വകുപ്പ് തന്നെ അതിൽ ഇടപെട്ട് മറ്റേ ആ ഉദ്യോഗസ്ഥന്റെ ജോലി സസ്പെൻഷൻ ആക്കി. അത് കഴിഞ്ഞിട്ട് അവര് തന്നെ പിന്നെ ഫോഴ്സ് ചെയ്തിട്ട് അവർക്ക് അതിന്റെ ആവശ്യമില്ല, കാരണം ആ പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളൂ, വേറൊന്നും പുള്ളി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുള്ളിനെ തിരിച്ചെടുക്കണമെന്നുള്ള ഒരു ഇത് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടി നടത്തി. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല ഇതുവരെയായിട്ട്. കൊണ്ടുവന്നിട്ടില്ല, അല്ല കൊണ്ടുവരാൻ പോണെന്ന് പറഞ്ഞ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ അറിയണത് അത് കൊണ്ടുവരാനുള്ള പ്ലാനിങ് ആണോ എന്താണോ അത് നമുക്കറിയില്ല. പക്ഷെ എന്നിപ്പോൾ ഇപ്പൊ വന്നേക്കുന്ന ഒരു രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം ഇനി തൊട്ട് ചെക്കിങ്ങേ ഉള്ളൂ, ഫൈനില്ല. അതെ, നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് ചെക്ക് ചെയ്തോട്ടെ, ചെക്ക് ചെയ്യണമെന്ന് ആരും പറയുന്നൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നിസ്സാരമായിട്ടുള്ള അതിനാണ് ഇവര് വലിയ ഞാൻ 100% യോജിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ആ ഒരു സമയത്ത് ഇവര് പറയുന്ന കുറച്ച് സംഭാഷണങ്ങളുണ്ട്. ആ സംഭാഷണങ്ങൾ നമ്മൾ ഏതോ വലിയ ക്രൈം ചെയ്തിട്ടുള്ള നമ്മൾ വലിയ ഒരു കുറ്റവാളികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മളോട് സംസാരിക്കും. ശരിയാണ്, ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ലൈസൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മളോടിപ്പോ നമ്മളാകണം പ്രതികള്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആകണം എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അനുഭവത്തിൽ പേഴ്സണലി എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ വാഗമണിൽ പോയ ടൈമിനാന്ന് തോന്നുന്നു. അപ്പോ ബൈ ദ വേ അത് അവിടെ സ്പീഡ് ബോർഡ് വെച്ചേക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, 40 ലിമിറ്റ്. പക്ഷെ ഒരു കോമഡി നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്ന് വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഹൈവേ ആയിരിക്കും, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒരു 30 കിലോമീറ്റർ എന്നും പറഞ്ഞൊരു ബോർഡ് വെക്കും. എന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഇന്റർസെപ്റ്റിലെ ആൾക്കാർ നിൽപ്പുണ്ടാവും. അറിയാതെ എങ്കിലും 35ലേക്ക് പോയാൽ അപ്പൊ തന്നെ കൈ കാണിക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കും, നേരെ വീട്ടിലേക്ക് സാധനം വരും. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി. എന്നാലോ ഇടവഴിയിൽ ഇങ്ങനൊരു ശല്യം ഉണ്ടാവില്ല. പക്ഷെ ശല്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവഴിയിൽ തന്നെ വളവുകൾ ഉണ്ടല്ലോ, ഈ വളവുകളിൽ ഏതെങ്കിലും മരവും കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ പുറകില് മറ്റേ നമ്മൾ ഈ എര പിടിക്കാൻ നിൽക്കൂല ചില മൃഗങ്ങൾ, ഇതേപോലെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പതുങ്ങിയിരിക്കുക. വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാടി വരിക, കൈ കാണിക്കുക, അതിൽ തന്നെ വെട്ടിച്ച് മാറ്റി പോണ പിള്ളേരും ഉണ്ട്. അങ്ങനെയുള്ളവര് അപ്പുറത്തെത്തണം ഒരു നിർബന്ധവും ഇല്ല. ആക്സിഡന്റ് ആകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ വളവ് എന്നൊക്കെ പറയുമ്പോ. ആ വളവില് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുള്ളത് തന്നെ. ഇപ്പൊ ഞാനാണെങ്കിലും ശരണ്യാണെങ്കിലും ഒന്നും നമുക്കറിയില്ല ഇങ്ങനെ സംഭവം ഉണ്ടോന്നുള്ളത്. ഈവൻ നമ്മുടെ കയ്യിൽ ബുക്കും പേപ്പറും നമ്മളുടെ എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു വളവ് വരുമ്പോ ഇവര് പെട്ടെന്നുള്ള അറ്റാക്ക് വരുമ്പോ ആരായാലും പാനിക്കായി പോകും. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മൾക്ക് നോർമലി പറയാനാണെങ്കിൽ തന്നെ ഒരു ലൈസൻസ് ഇല്ലാത്തൊരു പയ്യനാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം അടിച്ചേക്കുന്ന ഒരാളാന്നിരിക്കട്ടെ, മദ്യപിച്ച ഒരാളാന്നിരിക്കട്ടെ, ഈ വളവ് തിരിഞ്ഞു വന്ന വഴി ഇവരെ കണ്ടു. ഇവരെ കാണുമ്പോൾ ഉള്ള ഒരു പെട്ടെന്നുള്ള ഒരു സെക്കൻഡ്സിലേക്കുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് ഇവരെങ്ങാനും വല്ലതും പറ്റി ഇവർക്ക് വല്ല മരണപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? അല്ലെങ്കിൽ ആ കുടുംബത്തിന് എന്ത് സമാധാനം ഉണ്ട്? പക്ഷെ വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ അധികാരമില്ല. അല്ല, ഞാൻ ഒരിക്കലും പറയല്ല അത് ക്രൈമാണ്, ഞാൻ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യണില്ല. അത് നമ്മൾ സംസാരിക്കുമ്പോ വെള്ളടിച്ച് ശരിയാണ്, നമുക്കറിയില്ല. നമ്മൾ വണ്ടി ഓടിക്കുന്ന പല ആൾക്കാരും ഒരു ചെറുതൊക്കെ അടിച്ചിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പ്രായമുള്ളവരാണെങ്കിൽ. അതെ, പ്രായമുള്ള ഇപ്പൊ അങ്ങനെയും പറയാൻ പറ്റില്ല. ഭേദമന്യേ ഉണ്ട് ഇപ്പൊ. അതായത് ഇപ്പൊ വണ്ടി ഓടിക്കുന്നവർ തന്നെ നിരത്തുകൾ ഇറങ്ങി നമുക്കറിയില്ല 18 വയസ്സ് തികഞ്ഞവരാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. ഈ ചെറിയ പിള്ളേരൊക്കെയാണ് പോലീസുകാർ കൈ കാണിക്കുമ്പോൾ നിർത്താതെ അതിന്റെ ഇടയിൽ കൂടെ അങ്ങ് വെട്ടിച്ചു പോകും. അപ്പൊ ഈ വെട്ടിച്ചു പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ആക്സിഡന്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ഞാൻ ഇതൊരിക്കലും അത് ഞാൻ പ്രൊമോട്ട് ചെയ്തതല്ല. ഇൻ കേസ് അങ്ങനെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു അറ്റാക്കിംഗ് മെന്റാലിറ്റി മാറ്റിയിട്ട് പകരം അതൊരു ഫോട്ടോ എടുക്കാം.
മാന്യതയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ നമ്പർ എന്തായാലും ഫോട്ടോയില് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞുങ്ങൾക്ക് പോലും എംപരിവാഹൻ ത്രൂ അത് ആരാണ് ഓണർ എന്നും ഓണറുടെ കോൺടാക്ട് നമ്പറും എല്ലാം കിട്ടും, അഡ്രസ് വരെ പിന്നെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ അതിലേക്ക് വിളിച്ചൊരു ഇൻഫോം ചെയ്യാം, വാർണിംഗ് കൊടുക്കാം, അവരോട് ഫൈൻ അടക്കാൻ ആവശ്യപ്പെടാം. ഇതൊക്കെ ഒരു മര്യാദ ഉള്ളൊരു പരിപാടിയാണ്. അല്ലാതെ ഈ മറ്റേ മൃഗങ്ങളെ ഇര പിടിക്കാൻ നിൽക്കുന്ന പോലെ നിന്നിട്ട് പെട്ടെന്ന് ചാടി ഒരു അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേ രീതിയിൽ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ ഈവൻ ഞാൻ പോണ എന്റെ എല്ലാ വണ്ടികൾക്കും ഇൻഷുറൻസും ബുക്കും പേപ്പറും എല്ലാം കറക്റ്റ് ആണ്. ഞാൻ മദ്യപിക്കില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല, വണ്ടി ഓടിച്ചിട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും പെട്ടെന്ന് ഒരു തിരുവലി വരും നിൽക്കണ കാണുമ്പോ നമ്മുടെ ആണെങ്കിൽ ഉള്ളിൽ ഒരു നൈസായിട്ടൊന്ന് ആന്തിപ്പോവും. അയ്യോ എന്നൊരു സംഭവം കൊണ്ടുപോകും. കാരണം ചില പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത് എന്താണ് ചോദിക്കുന്നുള്ള സമാധാനമുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വണ്ടിയിൽ ഇപ്പൊ നൈസായിട്ട് സ്റ്റിക്കർ ഒട്ടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബാക്കിലെ മഡ്ഗാർഡ് ഉണ്ടാവൂല. കാരണം വേനലാണെങ്കിൽ, മഴയത്ത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയണതല്ല, മഴയത്തല്ല വെയിലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മഡ്ഗാർഡ് ഊരി വെക്കും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോ അതായിരിക്കുള്ളൂ ഇവര് കണ്ടുപിടിക്കുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റം. പക്ഷെ നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഇവരുടെ രീതികളെ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കാരണം അല്ലാതെ ഇതിപ്പോ മോഡിഫിക്കേഷൻ ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ മോഡിഫിക്കേഷൻ എന്നുള്ള ഒരു വാക്കിലാണ് ഇവിടെ പല രാഷ്ട്രീയക്കാരുടെയും ഭേദമന്യായ അദ്ദേഹത്തിന് വോട്ട് തേടി അദ്ദേഹം അധികാരത്തിൽ കയറിയത്. നല്ലൊരു പങ്കുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോ കേന്ദ്രത്തിന്റെ ഒരു റിപ്പോർട്ട് വന്നേക്കണേ എന്താണ്, മോഡിഫിക്കേഷൻ ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പോ എനിക്ക് കൊടുക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ സംസ്ഥാനത്തിന് ഇൻഡിവിജ്വൽ ആയിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഒരു ഡ്രാമ കളിച്ചത്. പക്ഷെ നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ചോദ്യം ചെയ്യുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആവശ്യങ്ങൾ അനുസരിച്ച് ഔചിത്യപൂർവ്വമായിട്ട് ഇവർക്ക് പെരുമാറാമല്ലോ. ആ ഔചിത്യപൂർണ്ണമായിട്ട് പെരുമാറാൻ പറ്റാത്തതിന്റെ പരിണിത ഫലം തന്നെയാണ് ആ ഒരു പോലീസ് MVD ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കിട്ടിയത്. അതെ, അവര് MVD-കാര് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ശരി, ഡ്യൂട്ടിയാണ് ചെയ്തെങ്കിൽ അദ്ദേഹം എന്തിനാണ് വന്നേ? ആ ഒരു വ്യക്തി ആ ഒരു വണ്ടിയിൽ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ വന്നാണല്ലോ, ഈ പ്രളയത്തില് പോയിട്ട് വന്നേക്കുന്ന വ്യക്തിയാണെന്ന് അറിയാമല്ലോ. അങ്ങനെയാണ് ഒരു മാനസിക പരിഗണന. തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടതാണല്ലോ. കാരണം സ്വന്തം ജീവനും വണ്ടിയുടെ കണ്ടീഷനും ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കുന്നവരാണ് ഈ പറഞ്ഞ ആൾക്കാര്. അതിപ്പോ ഒരിക്കലും വണ്ടിപ്രാന്തന്മാര് മാത്രമല്ല, ആ ഒരു രക്ഷാപ്രവർത്തകർ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത്. 2025 കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ, നമ്മുടെ മഞ്ചേരി വാഹന പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മലപ്പുറം മഞ്ചേരിയിലെ വാഹന പരിശോധന ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ ഒരു വാൻ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചൊരു സംഭവം ഉണ്ടായി. അതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് ഈ ഡ്രൈവർ കാക്കി ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാക്കി ധരിക്കാത്തതിന് ചോദ്യം ചെയ്ത് 500 രൂപ കൊടുക്കാൻ ആദ്യം പറഞ്ഞു. അല്ലല്ല, മറ്റേ എന്താണ് ഈ വാൻ ഡ്രൈവർ ആയിരുന്നല്ലോ. അപ്പൊ ഗുഡ്സ് കൊണ്ട് പോണല്ലേ, അപ്പൊ അത് ധരിച്ചിട്ടില്ല. അപ്പൊ ആ ധരിക്കാത്തതിന്റെ പേര് തുടങ്ങിയതാണ് മുഖത്തടിച്ചു. അത് വലിയ ഇഷ്യൂ ആയതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ സമൂഹ മാധ്യമങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയി. കാരണം ഓൺ ദ സ്പോട്ടിൽ ഇത് പകർത്തിയത് മറ്റാരും അല്ല, പുറകെ മറ്റാൾക്കാര് ഇത് പകർത്തി അവര് വീഡിയോ കണ്ടവര് വീഡിയോ എടുക്കുക ചെയ്തേ. ഒന്നും പറയാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പൊ തന്നെ അത് ചൂടപ്പം പോലെ വിറ്റടിക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ സമൂഹ മാധ്യമങ്ങൾ എല്ലാവരും. പിന്നെ കോണ്ടന്റ് ക്രിയേറ്ററിന്റെ കാര്യം അറിയാമല്ലോ. കാരണം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, നീയും ക്രിയേറ്റർ ആണ്, നമുക്കറിയാം. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ 2024 അങ്ങനെ ഷെയർ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നിസ്സാരം, അത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ല, എനിക്ക് ഇതിലുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരാളുടെ ദേഹം ഉപദ്രവിക്കുക എന്നുള്ളതിന് അവകാശം ശരിക്കും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ വണ്ടി ഓടിക്കുന്നു, നമ്മളെ തടഞ്ഞു നിർത്തുന്നു, നമ്മുടെ അടുത്ത് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു, നമ്മൾ ലൈസൻസ് ഹാജരാക്കുന്നു. പിന്നെ ബാക്കി പൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു, ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ പോകാം. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇരിക്കട്ടെ, ലൈസൻസ് എന്റെ കയ്യിലില്ല, പക്ഷെ എനിക്ക് ലൈസൻസ് ഉണ്ട്, ശരി, വണ്ടിയുടെ പരിശോധിച്ച ലൈസൻസ് നമ്മൾ ഹാജരാക്കിയാൽ മതിയല്ലോ. അതിന് പകരം നമ്മുടെ മുഖത്തടിക്കാനും നമ്മുടെ വണ്ടിയുടെ കീ ഊരിയെടുക്കാനൊന്നും ഇവർക്ക് റൈറ്റ് ഇല്ല. സ്ഥിരമാണ് ഇവർക്ക് റൈറ്റ് ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം എനിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം അതായത് നമ്മ വണ്ടി നിർത്തിയിട്ട്, അതായത് നമുക്ക് മുമ്പേ പോയി ഒരുത്തൻ ആരാന്ന് എനിക്കറിയില്ല, ഒരു പയ്യൻ കൈ കാണിച്ച് നിർത്തിയില്ല, ജെറ്റ് ഇട്ടപാടെ അങ്ങ് പോയി. അപ്പൊ തൊട്ട് പറയുവാൻ ഞാനാ, എന്റെ അടുത്ത് കൈ കാണിച്ച് ഞാൻ വണ്ടി നിർത്തി, ഇഗ്നീഷൻ ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കൈയും കെട്ടിയിരിക്കണേ. ഒരു കോൺസ്റ്റബിൾ ഓടി വന്നിട്ട് നേരെ കീ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട കോൺസ്റ്റബിൾ, പുള്ളിക്കാരൻ ഓടി വന്നിട്ട് എന്റെ കീ ഊരി എടുത്തിട്ട് എന്നോട് നേരെ പറഞ്ഞ വണ്ടി ഒതുക്കടാന്ന് എന്നോട് പറഞ്ഞ.
ഞാൻ സാറേ ഞാൻ അങ്ങനെ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. നിന്റെ സുബിന്റെ ലൈസൻസ് ഒന്നും ചോദിച്ചില്ല? ഒന്നും ചോദിച്ചില്ല, വണ്ടി ഒതുക്കാതാണ്. അതായത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരാള് ആ പയ്യൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പോയവനാ. അപ്പൊ ഇവരുടെ കണ്ണിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഡ്രാഗ് റേസ് ആന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, മാന്യമായിട്ട് ഞാൻ ചോദിച്ചു എന്താ സാർ പ്രശ്നം എന്ന് ചോദിച്ചു. നിന്റെയൊക്കെ ഈ റോട്ടിലെ അഭ്യാസം ഇവിടെ എല്ലാം നടത്തേണ്ടത് എന്നൊക്കെ പറയും. ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ചൂടായി. അപ്പൊ ഈ ഒരു പ്രശ്നം, ഇപ്പൊ ഇതിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം അറിയാതെ ഒരു നിലപാടെടുക്കുക, അതിൽ കയറി പിടിച്ചിട്ട് ഒരു പയ്യനെ കുറ്റം ആരോപിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വൃത്തികെട്ടൊരു ഇടപാട് ഇവിടെ ഈ നാട്ടിലാതെ വേറെ നടക്കൂല. പലർക്കും ഈ ഒരു അലേർട്ട് അല്ല. അതായത് അവര് പലരും വിചാരിച്ചിരിക്കുന്ന അവരുടെ വണ്ടിയുടെ താക്കോല് അവർക്ക് ഊരിയെടുക്കാം. പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ താക്കോല് അനധികൃതമായിട്ട് അവര് ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്രൈമാണ്, അത് ക്രൈം കേസാണ്. കാരണം ആ വണ്ടിയുടെ ഓണർ ആരാ? നമ്മളാണ്. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. നമ്മൾ അവിടെ വേറെ ഒന്നും കാണിച്ചിട്ടില്ല. ഇവരുടെ ഈ ഒരു പല പ്രഷർ കൊണ്ട് ഇപ്പൊ മന്ത് എൻഡ് ആകുമ്പോൾ ഇവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടല്ലോ, ഇന്ന ആൾക്കാർ ഇത്ര പേരെ പിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ നേരത്തെ സുബിൻ പറഞ്ഞ പോലെ ഇവര് അതായത് മെയിൻ റോഡിലൊന്നും പോയി നിൽക്കാതെ, മെയിൻ റോഡിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, മെയിൻ റോഡിൽ എല്ലാവർക്കും അറിയാൻ പറ്റും അതിലൂടെ ഉണ്ട്. ഇവര് നിൽക്കുന്ന വളവിന്റെ അവിടെ നിൽക്കും. അപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ പണ്ട് പറക്കുന്ന കളിയിൽ കൊച്ചിൻ അരീഫ നിൽക്കുന്ന പോലെയില്ലേ, അതേ രീതിയിൽ നിൽക്കുന്ന പോലെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ എന്തുവായിക്കോട്ടെ, പക്ഷെ ഇവർക്ക് ഒരു ക്രൈസ് ആയിരിക്കും. പക്ഷെ ഈ വരുന്ന ആളുകൾക്ക് ഇത് ബ്രേക്ക് ഇടാൻ പറ്റില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മുമ്പിലിരിക്കുന്ന ഓഫീസർ ആരാണോ അതെ, അങ്ങനെയായിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ ഈ വണ്ടി നിർത്താതെ ഈ വണ്ടി ഓടിച്ചവന്റെ പേരിൽ കിട്ടിയിരിക്കുള്ളൂ ആ പ്രശ്നം. ഉറപ്പായിട്ടും മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് വരെയും കേസാകും. മനഃപൂർവ്വം ആയിട്ടുള്ള നരഹത്യക്ക് വരുള്ളൂ. കാരണം അത്രയും പേര് ദൃക്സാക്ഷികളും കൂടി ആ പയ്യൻ മനഃപൂർവ്വം ഞങ്ങളുടെ എസ്ഐയിൽ ഇടിച്ചു തെറിപ്പിച്ചത്. ഉറപ്പായിട്ടും പറയും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം പരിശോധിക്കുമ്പോൾ നമ്മുടെ വാഹനത്തെ പരിശോധിക്കാം എന്നല്ലാതെ ആ വണ്ടിയുടെ കീ ഊരിയെടുക്കാൻ അവർക്ക് അധികാരമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഊരിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്തെടുക്കാം. റെക്കോർഡ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ചിട്ട് നമ്മൾ ഫേസ് കാണുന്ന ഒരു വീഡിയോ നമ്മൾ എടുക്കുക. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും അത് ചെയ്യാം. കാരണം നമുക്കൊരു എവിഡൻസും കൂടിയാണ്. ഇനിയിപ്പോ ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി ഒതുക്കി വെച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കാം. അല്ലാതെ നമ്മുടെ വണ്ടിയുടെ ഭാഷ വലിയൊരു കൺസെപ്റ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പൊ ചെയ്തേക്കുന്ന രാജ്യദ്രോഹ കുറ്റമൊന്നുമല്ല. അവനവൻ കാശ് കൊടുത്ത് മേടിച്ചേക്കുന്ന വണ്ടിയിൽ അവനവൻ ഇഷ്ടപ്പെട്ട എന്ന സർക്കാർ അനുവദിച്ചേക്കുന്ന സാധനങ്ങളാണ്. ഇത് മേടിച്ച് വണ്ടിയിൽ വെച്ചതിന് തെറി കേൾക്കാനും റോട്ടിൽ കിടന്ന് ഇതേപോലെ ഓരോ യമ്മമാരുടെ കൈ കൊള്ളേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്ത് കാര്യം ഇവർക്ക് ഇത് നമ്മുടെ ദേഹത്ത് ടച്ച് ചെയ്യാനായിട്ട് അവർക്ക് റൈറ്റ് ഇല്ല. മാത്രമല്ല ക്രിമിനൽ കേസിലെ പ്രതികളല്ല. നമ്മൾ അങ്ങനെ ക്രിമിനൽ കേസിലെ പ്രതികളാവണമെന്നുണ്ടെങ്കിൽ റിമാൻഡിലായി കഴിഞ്ഞാലാണ് അവർക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി റൈറ്റ് ഉള്ളൂ. ക്രിമിനൽ കേസിലെ പ്രതികളാണെങ്കിൽ അവർ ഇമാരെ പരിപാടിക്ക് നിൽക്കേയില്ല, കൂട്ട് ആദരിച്ചേ കൊണ്ടുപോകുള്ളൂ. 4 മാസം 5 മാസം തീറ്റി പോയിട്ട് ചക്കപ്പോത്തായിട്ട് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞല്ലായിരുന്നു. കാരണം അവിടുത്തെ അവസ്ഥകളൊക്കെ എന്തുവാന്നുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഈ CP ജോൺ, അതായത് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വൈകിയാണെങ്കിലും ഇതൊരു തീരുമാനം എടുത്തതിൽ നമുക്ക് നന്ദിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ചോ, ഇവിടെ ആരും പരിശോധിക്കണതിന് പിഴയിടണ്ടെന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. കാരണം പിഴയിടേണ്ട കാര്യത്തിൽ പിഴയിടണം. കാരണം ഇനി ഒരാൾ ഇത് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ പിഴയിടണം. കാരണം ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത വാഹനം റോഡിലൂടെ, ലൈസൻസ് ഇല്ലാത്ത ഒരാള് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ റോഡിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവരെ പോയി ഇടിച്ചു കഴിഞ്ഞാലും ഇവർക്ക് കേസാണ്. അങ്ങനെയൊക്കെ ഉള്ള വാഹനങ്ങളെ നമ്മൾ പിടിക്കണം. പക്ഷെ പിടിക്കുമ്പോഴും നിങ്ങൾ ഇവരോട് അവരും ഒരു മനുഷ്യന്മാരാണ്, സംസാരിക്കേണ്ട രീതിയുണ്ട്. എനിക്ക് തോന്നുന്നു, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇതേപോലെ ഒരു ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി ഹെൽമെറ്റോ എന്തൊരു സീനുണ്ട്. പക്ഷെ ഹെൽമെറ്റ് വെച്ച് തലക്കിട്ടടിച്ച് സ്പോട്ടിൽ മരണപ്പെട്ട ഒരു സീനാണ്. എനിക്കത് കറക്റ്റ് എനിക്കത് ഓർക്കുന്നില്ല. പക്ഷെ അത് കാരണം കുറച്ച് വർഷം മുന്നേ ആണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നതിനേക്കാളും ഒക്കെ മുന്നേ ഉള്ള, ഇപ്പൊ റീസെന്റ് നടന്നതല്ല, അങ്ങനെയാണ് അതിന് മുന്നേ തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമ്മള് എന്താ പറയാ, ഒരു 2000 കൊറോണ കഴിഞ്ഞ ടൈമിൽ എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കനത്ത ചെക്കിംഗ് ആയിരുന്നു ആ ടൈമിലാണ്. അപ്പൊ എന്തോ പറഞ്ഞതായി കഴിഞ്ഞിട്ട് മരിച്ചു. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം. ഒന്ന് ആലോചിച്ചു, ഒരാളുടെ ജീവൻ എടുക്കാൻ ആരാണ് റൈറ്റ് കൊടുത്തേക്കുന്നത്? ഹെൽമെറ്റ് വെച്ച് തലയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന അറിയത്തില്ലേ? ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തേക്കുന്നത്? അപ്പൊ അതിനൊക്കെ ഒരു കൂച്ചുവിലം കിടേണ്ടത് നല്ലത് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇവിടുത്തെ MVD എതിർത്ത് പറയുന്നില്ല, MVD റൈറ്റിനെ എതിർത്ത് പറയുന്നില്ല. പക്ഷേ അവർക്ക് പരിശോധിക്കാം,
പിഴ ഈടാക്കാം. പക്ഷെ ഒരാളുടെ ദേഹത്തെ ടച്ച് ചെയ്യാതെ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അവരുടെ ഇവർക്ക് മാനഹാനി വരുത്താത്ത രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണെങ്കിലും നോട്ടമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ബിഹേവിയർ മാനേഴ്സ് കാണിക്കുന്ന രീതിയിൽ ഇവർക്ക് ബിഹേവ് ചെയ്യണം. ശരി, നമുക്ക് ഇവിടെ ഈ കേരളത്തിൽ മാത്രമേ ഇതേപോലത്തെ പരിപാടി നടക്കുള്ളൂ. പുറത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു ചെക്കിങ്ങിന് കൈ കാണിക്കണമെങ്കിൽ ആൾക്കാർ നിർത്തി കൊടുക്കും. കാരണം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റാ. ഇപ്പൊ ചെക്കിങ്ങിന് വരുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അവര് പറയുന്നത് സാർ നിങ്ങളുടെ ലൈസൻസ് കാണിക്കാമോ, അല്ലാതെ എടുക്കടാ നിന്റെ ലൈസൻസ് എന്നല്ല പറയണത്. അല്ലെങ്കിൽ നേരെ കീ വരച്ചു വിട്ടു മാറ്റടാ വണ്ടി, ഇതല്ല പറയണത്. സാർ വിരോധം ഇല്ലെങ്കിൽ സാർ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി തന്നെ ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. 100% ലിറ്ററസി സാർ, കേരള സാർ. ഒന്നും പറയാനില്ല, ഇതിലൊക്കെ ഒന്നും പറയാനില്ല. കാരണം നമ്മ ഒരിക്കലും ഇത് വിമർശനമായിട്ട് പറയണതല്ല. ഇവര് പിഴ അടക്കണം, നല്ല കാര്യമാണ്. അത് ഇതേപോലെ തന്നെ മോഡിഫിക്കേഷൻ ഇവർ തടയണം. പക്ഷെ അതിനൊക്കെ ഓരോ എന്താ പറയാ ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ ഒരു കാതടപ്പിക്കുന്ന ശബ്ദം വെച്ച് പോകുന്ന ഒരു വണ്ടിയാണ്, ധൈര്യമായിട്ട് അവന് പിഴ അടച്ചു കൊടുക്കാം. കാരണം ഉപദ്രവമാണ്. അതേപോലെ ചീറിപ്പാഞ്ഞു കൊണ്ട് എടുത്തതാണ് കൊടുത്തോ. അതേപോലെ തന്നെ ഇപ്പൊ ഓവറായിട്ട് ഇപ്പൊ വണ്ടിയുടെ വീൽ ഇപ്പൊ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് പറയണല്ല, പുറത്തേക്ക് ചാടിച്ചെന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണങ്ങളും കൂടി ഉണ്ട്. ഫ്ലഡ് അതേപോലെ പല ടെറൈൻസും നമുക്ക് പല ടെറൈൻസും ക്ലൈംബ് ചെയ്യാൻ പറ്റും. 2018 ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഇവരൊക്കെ പോയി പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ അലൗഡ് ആണ്. ഓവർ ആവണമെങ്കിൽ ഇവർ അടിച്ചു കൊടുത്തോ, പിഴ എന്തോരം വേണമെങ്കിൽ കൊടുത്തു. ഇനിയിപ്പൊ പിഴ അടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് പൊക്കോ. നമ്മൾ എല്ലാവരും സപ്പോർട്ടാണ്. രീതിയിൽ സംസാരിക്കുന്നത് അതാണ് ബിഹേവിയർ. അവിടെയാണ് ദേഹത്ത് കൈവെക്കരുത്, മാന്യമായ ഭാഷ ഉപയോഗിക്കരുത് മാത്രമേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരും ഹ്യൂമൻസ് ആണ്, ഇയാളും ഹ്യൂമൻ ആണ്, ഫാമിലി വരെ ഉള്ളതല്ലേ. അതെ, നമ്മ ഫാമിലിയുടെ മുമ്പ് വെച്ച് പോലും ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും 2 പിള്ളേരും കൂടി പോകണമെങ്കിൽ ഇവർ ചെക്കിങ്ങിന് കാര്യമുണ്ട്. ചില 1-2 പറയുമ്പോൾ ചിലർക്ക് ഈഗോ ക്ലാഷ് വരും. നല്ല രീതിക്ക് നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കൂടുതൽ സാധനം ഇതിലും വലിയ കുറ്റങ്ങൾ നടക്കണവരാ 4-5 പോലീസുകാരെ സപ്പോർട്ട് ചെയ്ത് ഒരു മണ്ടന് പോലും മേത്തേക്ക് കിട്ടാത്ത രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകണം നമ്മുടെ നിയമം. ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു പേപ്പർ മിസ്സിംഗ് ആണ്, ജെനുവിൻ റീസൺ ആണെങ്കിൽ പോലും നമ്മളെ ട്രീറ്റ് ചെയ്യണത് നേരെ അവരെ ട്രീറ്റ് ചെയ്യേണ്ട ട്രീറ്റിംഗ് ആണ് നമുക്ക് കിട്ടണത്. പൊതുമധ്യത്തിൽ ഇട്ട് അശ്ലീലം പറയാ, തെറി പറയാ, ഞാൻ നേരത്തെ പറഞ്ഞതാ, എന്തൊക്കെ പറയാൻ പറ്റുമോ അത്ര മാനഹാനി തരിക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇത് ഇനിയെങ്കിലും മാറ്റിയാൽ നന്നായിരിക്കും, അത്രേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും.